ഏതാ മാങ്ങലേ, നല്ല ഫ്രഷ് മാങ്ങ. ഇതേപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെത്തി കളയുക. ഇതേപോലെ ഈ തൊലി ഇങ്ങനെ ഉരിഞ്ഞങ്ങോട്ട് എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള മാങ്ങേനെ നല്ലൊരു മൺചട്ടിക്ക് അങ്ങോട്ട് ഇട്ടെടുക്കട്ടോ. നല്ല മുളക് പൊടി ഒരു 1/2 സ്പൂണ് ചേർത്തെടുക്കണേ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ. കുറച്ച് പച്ചമുളക്, നാടൻ കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തു. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കണേ. വെള്ളം ഒഴിക്കുക. അടുപ്പത്ത് വെച്ചെടുക്കുക. നല്ല ജീരകവും പച്ചമുളകും പച്ചക്കടുകും കുരുമുളകും കറിവേപ്പിലാണ് കേട്ടോ. പിന്നെ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്. അരക്കണേന്റെ മുന്നായിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടാട്ടോ അരക്കണേ. നമ്മളെ മാങ്ങയൊക്കെ ഇതാ നന്നായിട്ട് സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശർക്കരയാണ് ചേർക്കാൻ പോണേ. ആ ശർക്കരയൊക്കെ കടന്ന് ഇങ്ങനെ ഉരുകിക്കോട്ടെ. അതില് അരപ്പ് ചേർക്കണേ. ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. ചടപട കടുക് പൊട്ടി കഴിഞ്ഞേക്ക് നമ്മൾ ഇതാ ഉലുവയും കൂടി ചേർക്കണേ. ഇനി നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി അങ്ങോട്ട് ചേർത്താൽ കടുക് വറ ഏകദേശം കഴിഞ്ഞു. മാമ്പഴ പുളിശ്ശേരിക്ക് അങ്ങോട്ട് ചേർത്തെടുക്കുക. പെട്ടെന്ന് അടച്ചും കൊടുക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക? ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവും. എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും, വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി ഏതാന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ.